വൈസ് നമ്മുടെ പുതിയ 4-2 പുതിയതല്ല പഴയ തന്നെ 4-2-2 ഫോർമേഷൻ്റെ സ്ക്വാഡ് ബിൽഡിങ്ങുമായിട്ട് നമ്മൾ വന്നേക്കാണ്. സോ ഇത് ഇന്ന് ഈ വർഷം തുടങ്ങിയ ഒരു അക്കൗണ്ടിലാണ് നമ്മൾ സ്ക്വാഡ് ബിൽഡിങ് ചെയ്യുന്നത്. സോ അത്ര പ്ലെയേഴ്സൊന്നും ഉണ്ടാവില്ല. ഞാൻ ഉള്ള പ്ലെയേഴ്സിനെ കൊണ്ട് സ്ക്വാഡ് ബിൽഡിങ് ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ആൾ ഒരു ട്രസ്റ്റഡ് ഗോൾ കീപ്പർ ആൻഡ് ഐ ഹാവ് ഒലിവർ ഗാൻ. ആൾ ചില സമയത്ത് പ്രശ്നമല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ആളൊന്ന് ഫോമായി കിട്ടിയാൽ പിന്നെ ബോൾ ഉള്ളിലോട്ട് കയറാൻ വിടൂല. ഇനി 2 സെൻറ്റർ ബാക്ക് ഓക്കെ, നമ്മുടെ ബിൽഡപ്പ് പ്ലസ് ഡിസ്ട്രോയർ കോംബോ തന്നെ. അതാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത്. ഞാൻ 2 ബിൽഡപ്പിനെ വെച്ച് കളിച്ച് നോക്കിയിട്ടുണ്ട്. അവർ ബാക്ക് ലൈന് കുറച്ചൊന്ന് ബാക്കിലോട്ട് ഇറങ്ങി നിൽക്കും, അല്ലാതെ മുന്നിലോട്ടൊന്ന് അഗ്രസീവായിട്ട് കയറി പോയിട്ട് ബോൾ എടുക്കാൻ നോക്കില്ല. ആൻഡ് പിന്നെ നമ്മുടെ ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കിലും ഡിഫെൻസീവ് ഫുൾ ബാക്കിനെ വെക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ എൻ്റെ അടുത്ത് അതൊന്നുമില്ല ഗൈസ്, അവസ്ഥ നോക്കണേ. ആൻഡ് ഞാൻ ലെഫ്റ്റ് ബാക്കിൽ ഡിഫെൻസീവ് ഫുൾ ബാക്ക് ഉണ്ട്, റൈറ്റ് ബാക്കിൽ ഇല്ല. സോ നമ്മുടെ ഇവനെ അർണോൾഡിനെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ DMFലോട്ട് കിടക്കുമ്പോൾ ഒരു ആങ്കർമാൻ എന്തായാലും വേണം. വേറെ ഏത് കോംബോ ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. വോക്സ് ടു വോക്സോ ഓർക്കഷേസ്റ്ററോ അല്ലെങ്കിൽ ഡിസ്ട്രോയറോ. എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് ഡിസ്ട്രോയറും പിന്നെ ഓർക്കഷേസ്റ്ററും ആണ്. അത് കുറച്ചൊന്ന് കയറ്റിട്ടേക്ക് കേട്ടോ. ഓർക്കഷേസ്റ്റർ ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് മുന്നിലോട്ട് കയറി വന്ന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മുടെ അറ്റാക്കിലോട്ട് കിടക്കുകയാണ്. 2 AMFകൾ. അത് ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ട എന്താ പറയുക, ഒരു ഹോൾ പ്ലെയറാണ് നമ്മുടെ AMFൽ ഫസ്റ്റ് വേണ്ടത്. ഹോൾ പ്ലെയർ എന്താണെന്ന് അറിയാമല്ലോ, കംപ്ലീറ്റ് ഫ്രീഡത്തിൽ അങ്ങോട്ട് ഇറങ്ങി നടക്കും. ചിലപ്പോൾ നടുവിലോട്ട് വരും, ചിലപ്പോൾ സെൻറ്റർ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകും. ഇയാൾ ഈ ഒരു ഭാഗം മൊത്തം കവർ ചെയ്ത് ഓടി നടക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ഹോൾ പ്ലെയർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ഹോൾ പ്ലെയറിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റീവ് പ്ലേ മേക്കർ. ഓക്കെ, ക്രിയേറ്റീവ് പ്ലേ മേക്കർ മെസ്സിനെയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. പിന്നെ ആളിങ്ങനെ ഓടിച്ചാടി നടക്കുമ്പോൾ മിഡിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വേണമല്ലോ, അതാണ് നമ്മുടെ മെസ്സി. പിന്നെ മെസ്സിൻ്റെ സ്റ്റാറ്റ്സ് ഞാൻ പ്രോഗ്രഷനെല്ലാം ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ 2 ഗോൾ പൗച്ചേഴ്സിനെയാണ് വെക്കാൻ നല്ലത്, പക്ഷെ എൻ്റെ അടുത്ത് അത്ര നല്ല ഗോൾ പൗച്ചേഴ്സൊന്നും ഇല്ല. ആകപ്പാട് മറ്റേ കിഡിക്സോ ഉണ്ട്, അത് മണ്ടത്തരായി പോയിന്ന് തോന്നി അതിനടുത്ത് കുറച്ച് മാച്ച് കളിച്ചപ്പോൾ. ഓപ്പൺ നെറ്റിലോട്ട് വരെ അടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവൻ്റെത്. ഞാൻ വേണമെങ്കിൽ അവൻ്റെ ഇത് കാണിച്ചു തരാം. ഇവിടെ കിഡിക്സ് പോയി, ഡീറ്റെയിൽസ് കാണിച്ചു തരാം. 44 മാച്ച് കളിച്ചു, 13 ഗോള് 4 അസിസ്റ്റ്. അതെല്ലാം എങ്ങനെയൊക്കെയോ അടിച്ച് കയറ്റിയതാണ്. പിന്നെ നമ്മുടെ കുയിത്തിനെ ആണ് ഞാൻ CFൽ ഇട്ടേക്കുന്നത്. ഞാൻ വേറൊരു പ്രോഗ്രഷൻ CFന് മാത്രമായിട്ട് കൊടുത്തു നോക്കി. ഈ ഫുട്ബോൾ ഹബ്ബിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നല്ലൊരു എഫക്റ്റീവ് ഇത് തന്നെയാണ്, പ്രോഗ്രഷൻ തന്നെയാണ്. പിന്നെ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫുട്ബോൾ ഹബ്ബിൽ പോയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ആ പ്ലെയറിനെ എടുത്തിട്ട് അതിനാണ് നമുക്ക് കംപ്ലീറ്റ് സ്റ്റാറ്റ്സ് മാനേജറെ വെച്ച് നോക്കിയിട്ട് എത്ര സ്റ്റാറ്റ്സ് കിട്ടുന്നെല്ലാം നോക്കാൻ പറ്റും. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ സ്ക്വാഡ് ബിൽഡിങ് ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മുടെ പ്ലേയേഴ്സിൻ്റെ പ്രോഗ്രഷൻ നോക്കാം. ഫസ്റ്റ് LBയിലും RBയിലും ഈ ഒരു ഫുൾ ബാക്സിന് ഞാനൊന്നും കൊടുത്തിട്ടില്ല. സെയിം അസ് ഫെററിന് ഞാൻ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ ബറേസിക്ക് ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബറേസിക്ക് കൊടുത്തത്. മാക്സിമം ഡിഫെൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ്. പിന്നെ നമ്മുടെ DMF റോഡ്രിൻ്റെ പ്രോഗ്രഷൻ നമുക്ക് നോക്കാം. റോഡ്രിക്ക് ഞാൻ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. റോഡ്രിക്ക് വേണമെങ്കിൽ മറ്റേ കുറേ റോഡ്രി ഉണ്ട്, എന്തായാലും ആങ്കർമാൻ തന്നെ വേണം. റൈക്കാർഡെല്ലാം ഉണ്ടെങ്കിൽ സെറ്റാണ് ആ ഒരു സ്ഥലത്ത്. പിന്നെ നമ്മുടെ മെക്കലിസ്റ്റർ കിട്ടിയവരെല്ലാവരും കമൻറ്റ് ചെയ്യും. നമ്മുടെ മെക്കലിസ്റ്ററിൻ്റെ പ്രോഗ്രഷൻ ഇതാണ്. DMFന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത പ്രോഗ്രഷനാണ്.
അത്യാവശ്യം വർക്കിംഗ് ആയിട്ട് തോന്നിയിരുന്നു. പിന്നെ നമ്മുടെ AMF രണ്ടുപേർക്കും 85 അബോ സ്പീഡ് വേണം, 85 അബോ ആക്സിലറേഷനും വേണം. കാരണം ഈ ഒരു AMFലോട്ട് എത്തുമ്പോൾ കളി മാറുകയാണ്. ഇവർക്ക് നല്ലോണം ഓടണം, നല്ല സ്പീഡ് വേണം, പെട്ടെന്നെല്ലാം പിച്ചെല്ലാം കവർ ചെയ്ത് നടക്കണം. അതിന് വേണ്ടിയിട്ട് സ്പീഡ് അത്യാവശ്യമാണ്. പിന്നെ ഡ്രിബിളിങ്ങും വേണം. വിത്ത് ദ ബോൾ റണ്ണിൻ്റെ എല്ലാം ഡ്രിബിളിങ് എന്തായാലും സ്പീഡ് കൂട്ടും. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ ഹോൾ പ്ലെയർ റൗളിൽ തന്നെ തുടങ്ങാം. റൗളിൻ്റെ പ്രോഗ്രഷൻ ഇതാണ്. നമുക്ക് ആളെ സ്പീഡ് നോക്കിയാൽ സ്പീഡ് ആക്സിലറേഷൻ 85 86 എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മാനേജറായിട്ട് വരുമ്പോൾ ഏകദേശം 91 92 ആ ഒരു റേഞ്ചിൽ എത്തുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതാ 90 92 അവന് കിട്ടുന്നത്. പിന്നെ നമ്മുടെ പിന്നെ ഫിനിഷിങ് കൊടുക്കണം കേട്ടോ. ഫിനിഷിങ്, ഡ്രിബ്ലിങ്, ടൈറ്റ് പൊസിഷൻ എല്ലാം അത്യാവശ്യം കൊടുക്കണം. പിന്നെ നമ്മുടെ മെസ്സിൻ്റെ പ്രോഗ്രഷൻ ഇതാണ്. മെസ്സിൻ്റെ പ്രോഗ്രഷൻ ഇത് പിന്നെ മാക്സിമം ഞാൻ ഇതിൽ സ്പീഡാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്നറിയില്ല, മെസ്സിക്ക് കുറച്ച് ഓട്ടോയിൽ കുറച്ച് സ്പീഡ് കുറവായിട്ട് തോന്നി. കളിക്കുന്നത് ഇതാണ് മെസ്സിൻ്റെ സ്റ്റാറ്റ്സ്. സ്പീഡ് ഇത്ര എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ. വേറെ സ്പീഡെല്ലാം ഞാനൊരു 87 എല്ലാം ആക്കി കളിപ്പിച്ച് നോക്കി. പക്ഷേ ഡ്രിബിളിങ് ഞാൻ കുറച്ച് വെച്ചിട്ടാണ് കളിപ്പിച്ചത്. പറ്റുന്നില്ല എനിക്ക്. ആൻഡ് ബാലൻസ് അത്യാവശ്യം ഉണ്ട്. പിന്നെ ഇതെല്ലാം നോർമല്. പിന്നെ അവിടെ ബൂസ്റ്റർ ഉണ്ട്, സ്കിൽസ് ഉണ്ട്. ഞാൻ അഡീഷണലായിട്ടൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ ഈ ഒരു AMFൻ്റെ ഹോൾ പ്ലെയറിന് ഈ ഒരു AMFന് കുറച്ച് ഷൂട്ടിങ് സ്കിൽസ്, ഫസ്റ്റ് ടൈം ഷൂട്ട് അതൊന്നും ഇല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് GP ഇല്ല ഗെയ്സ്, അതുകൊണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. കുറേ സ്കില്ലുണ്ട് പക്ഷേ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. പിന്നെ നമ്മുടെ കുയിത്തിൻ്റെ പ്രോഗ്രഷൻ നോക്കുകയാണെങ്കിൽ ഇതാണ് കുയിത്തിൻ്റെ പ്രോഗ്രഷൻ. എനിക്ക് വർക്കിംഗ് ആയിട്ട് തോന്നിയ പ്രോഗ്രഷനാണ്. സ്റ്റാറ്റ്സ് ഞാൻ കാണിച്ചു തരാം. സ്റ്റാറ്റ്സ് കംപ്ലീറ്റ് നല്ല സ്റ്റാറ്റ്സാണ്. 96 അറ്റാക്കിങ് അവയർനെസ്, നല്ല പൊസിഷനിങ് ആയിരിക്കും. പിന്നെ ഫിനിഷിങ് 94ഓളം വരുന്നുണ്ട്. അത് മതി നമുക്കെല്ലാം ഒരു സ്ട്രൈക്കറിനെ കൊണ്ട് പോകാൻ. പിന്നെ ആക്സിലറേഷനും കിക്കിംഗ് പവറും കിട്ടുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് DFന് കുയിത്തിനേക്കാളും റേറ്റിംഗ് കൂടുതലാണെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് നന്നായിട്ടൊന്നും തോന്നിയിട്ടില്ല ആളെ ഭാഗത്തുനിന്ന്. കാരണം ആൾക്ക് ഒഫൻസീവ് അവയർനെസ് 90 മറ്റോ കൊടുത്തിട്ടുള്ളൂ, 91. അതുകൊണ്ട് വലുതായിട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ഫിനിഷിങ് 90 ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ. സ്പീഡും ആക്സിലറേഷനും ഉണ്ട്. ലോങ് ബോളെല്ലാം കൊടുത്താൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് ആൾക്ക്. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ. നമ്മളിവിടെ ഒരു പ്ലെയർക്ക് ആങ്കറിങ് കൊടുക്കണം, സെൻറ്റർ ഫോർവേഡിന്. ഞാൻ അവിടെ കുയിത്തിനാണ് കൊടുക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. കുയിത്തൊരു പ്രോലിഫിക് വിങ്ങറാണ്. ചിലപ്പോൾ ലെഫ്റ്റിലോട്ട് ഇറങ്ങി വന്ന് കളിക്കാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ അങ്ങനെ ആങ്കറിങ് കൊടുക്കാതെ കളിപ്പിച്ചപ്പോൾ അങ്ങനെ പോയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ആങ്കറിങ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഡിഫെൻസീവിലോട്ട് പോയിട്ട് ഞാൻ ഇപ്പോൾ അറ്റാക്കിംഗ് ഫുൾ ബാക്കിനാണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് ഡിഫെൻസീവ് ഇവിടെ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു CFനെയും കൂടി ആങ്കറിങ്ങിന് കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ ഡിഫെൻസ് 1ൽ കൗണ്ടർ ടാർഗറ്റ്. നമ്മൾ ഒഫൻസീവ് അവയർനെസ് കുറഞ്ഞൊരു പ്ലെയറിന് കൗണ്ടർ ടാർഗറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ ഞാനിപ്പോൾ കൗണ്ടർ ടാർഗറ്റാണ് കൊടുക്കുന്നത്. ചിലപ്പം ഞാൻ വേറെ ഓപ്പോണൻറ്റിനിട്ട് ബ്ലിറ്റ്സ് കേളേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു കൗണ്ടർ ടാർഗറ്റ് മാറ്റിയിട്ട് അവരെ ടൈറ്റ് മാർക്കിങ്ങോ മാൻ മാർക്കിങ്ങോ ചെയ്യും. ഇതാണ് നമ്മുടെ ഫുൾ സ്ക്വാഡ്. എനിക്ക് നല്ല വർക്കിംഗ് ആയി തോന്നിയതാണ്. ഞാൻ മിഞ്ഞാന്നെങ്ങാണ്ട് ഫസ്റ്റ് ആയിട്ട് ഉപയോഗിച്ച ഇതാണ്. ഫസ്റ്റ് തന്നെ ഞാൻ കുറേ കോമ്പോസ് ട്രൈ ചെയ്തു, മെയിനായിട്ട് ഈ 2 DMFൽ. എൻ്റെ അമ്മോ, ഞാൻ ഡിസ്ട്രോയറിനെ വെച്ച് ട്രൈ ചെയ്തു വേറെ അക്കൗണ്ടിൽ നിന്ന്. പിന്നെ ഇതിനെ വെച്ച് ട്രൈ ചെയ്തു, ബോക്സ് ടു ബോക്സ്. പിന്നെ ഞാൻ ലിങ്കപ്പ് അത്ര ഒന്നും നോക്കാറില്ല, അതുകൊണ്ടാണ്
ഞാൻ ലിങ്കപ്പിന് വേണ്ടിയിട്ട് ബോക്സിനൊന്നും ഇടാത്തത്. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ സ്ക്വാഡ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ബൈ.